സെറ്റ് പോലുള്ള എക്സാമുകളിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് ഒരുമിച്ച് എക്സാം ക്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒട്ടും സമയം കളയാണ്ട് നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. First question is, which of the following is in chronological order according to the publication of works? So here the answer is Elegian Country Churchyard, The Descent of Odin, Northern Antiquities. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഹിയർ ദ ഫസ്റ്റ് വൺ ഈസ് എലജിയൻ കൺട്രി ചർച്ച്യാർഡ്, ദാറ്റ്സ് റിട്ടൺ ബൈ തോമസ് ഗ്രേ, പബ്ലിഷ്ഡ് ഇൻ 1751. നെക്സ്റ്റ് വർക്കും തോമസ് ഗ്രേയുടെ വർക്ക് തന്നെയാണ്, ദാറ്റ്സ് ദ ഡിസെൻറ്റ് ഓഫ് ഓഡിൻ, ദാറ്റ്സ് പബ്ലിഷ്ഡ് ഇൻ 1768. And the last one is Northern Antiquities, that is published in 1717 by Paul Henry Mallet, that's translated by Thomas Percy. The next question is, an elegy written in a country churchyard is written by Thomas Gray and published in 1751. So that's a correct statement. So the next one is, the elegy has been inspired by the death of Gray's wife in 1745. That's a wrong statement because he never married. So it was likely inspired by the death of his friend Richard West. Richard West എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ളൊരു വർക്കാണിത്. So that's a wrong statement. Then the next one, the poem does not deals with the futility of all human ambitions and aspiration. ഇവിടെ does not deals with എന്നാണ് തന്നിരിക്കുന്നത്. So that's a wrong statement. The poem does deals with the futility of all human ambitions and aspirations. അങ്ങനെയാണ് ആയിരുന്നെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഡസ് നോട്ട് ഡീൽസ് വിത്ത് എന്നാണ്. സോ ദാറ്റ് ഈസ് റോങ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ദ പോം ഇവോക്സ് ദ ക്ലാസിക്കൽ ഐഡിയാസ് ഓഫ് മെമെൻറ്റോ മോറിയ. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ഹിയർ ദ ടേം മെമെൻറ്റോ മോറി, ദാറ്റ്സ് എ ലാറ്റിൻ ഫ്രേസ് വിച്ച് മീൻസ് ദാറ്റ് റിമെമ്പർ ദാറ്റ് യു മസ്റ്റ് ഡൈ. ആ ടേമിൻ്റെ മീനിങ് അതാണ്. അതൊരു ലാറ്റിൻ വേർഡാണ് മെമെൻറ്റോ മോറി, വിച്ച് മീൻസ് ദാറ്റ് റിമെമ്പർ ദാറ്റ് യു മസ്റ്റ് ഡൈ. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ്, match the following works with their authors. So here the first one is The Good-Natured Man is written by Oliver Goldsmith. Next one is The Vanity of Human Wishes, that is written by Dr. Samuel Johnson. Next one is The Fatal Sisters, written by Thomas Gray. Next one is Essay on Man, is written by Alexander Pope. ഈ വർക്ക്സിനെല്ലാം പബ്ലിഷ് ചെയ്യാനും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. സോ ഹിയർ ദ ഫസ്റ്റ് വൺ ഇസ് തോമസ് ഗ്രേ. തോമസ് ഗ്രേയുടെ ഫാറ്റൽ സിസ്റ്റേഴ്സ്, അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1768 നെക്സ്റ്റ് വൺ ഇസ് അലക്സാണ്ടർ പോപ്പിൻ്റെ എസേ ഓൺ മാൻ, ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1734. നെക്സ്റ്റ് വൺ ഇസ് ഒലിവർ ഗോൾഡ്സ്മിത്തിൻ്റെ ദ ഗുഡ് നേച്ചേർഡ് മാൻ, ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1768. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഇസ് ഡോക്ടർ സാമുവൽ ജോൺസൻ്റെ ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ്, ദാറ്റ് ഈസ് വെരി ഫേമസ് വൺ, അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1749. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ലവ് ഓഫ് ഡസ്റ്റ് ഈസ് എ ഫേമസ് വർക്ക് ഓഫ് ശങ്കർ റാം. ശങ്കർ റാമിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ലവ് ഓഫ് ഡസ്റ്റ്. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വേറൊരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഓഫ് ലവ് ആൻഡ് ഡസ്റ്റ്. ദാറ്റ്സ് വൺ ഓഫ് ദ ഫേമസ് വർക്ക് റിട്ടൺ ബൈ ഏർണസ്റ്റ് ജെ ജെയിൻസ്. ഏർണസ്റ്റ് ജെയിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ഓഫ് ലവ് ആൻഡ് ഡസ്റ്റ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, അത് ഓഫ് ലവ് ആൻഡ് ഡസ്റ്റ് ആണ്, ഇത് ലവ് ഓഫ് ഡസ്റ്റ് ആണ്. ലവ് ഓഫ് ഡസ്റ്റ് ഇസ് എ ഫേമസ് വർക്ക് റിട്ടൺ ബൈ ശങ്കർ റാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. Next question is, Silence the Courtesan Session is a dash play translated into English. Answer is Marathi. That's Marathi play. Silence the Courtesan Session is a Marathi play written by Vijay Tendulkar. Vijay Tendulkar's വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണിത്, Silence the Courtesan Session. Next question is, examine the following statements and identify one of them which is not correct. First one is, Rudyard Kipling died in the year of 1936. He was born in India but schooled in England. He returned to India as a police constable in Burma. He is the author of Jungle Book and Barak Shom Ballads. So here the answer is, he returned to India as a police constable in Burma. Rudyard Kipling, one of the most famous person, വളരെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഏജിൽ തന്നെ നൊബേൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് അദ്ദേഹം. അതിന് നൊബേൽ പ്രൈസ് വിൻ ചെയ്ത 1907. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ്, To whom did Raja Ram Mohan Roy write in 1823 his letter seeking the introduction of English education in India? Here the answer is Lord Amherst. Next question is, which of the following is not a feminist novel? Not എന്നുള്ളത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. Here the answer is Bani Basu's The Enemy Within. Bani Basu is a famous Bengali writer. ഈ ഒരു നോവലിൽ ദ എനിമി വിത്ത് എന്നുള്ള ഈ ഒരു വർക്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 1916 നെക്സലൈറ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൽ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫെമിനിസ്റ്റ് നോവലല്ല. ബാക്കിയുള്ള ഇന്ത്യൻ ഫെമിനിസ്റ്റ് നോവൽസൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ആശുപൂർണ ഡേവിസ് സുവർണലത. നെക്സ്റ്റ് വൺ ഈസ് രാജം കൃഷ്ണൻസ് ലാംപ് ആൻഡ് ദ വേൾപൂൾ. നെക്സ്റ്റ് വൺ ഈസ്
Chundamani's Raghavan's Yamini. So these are the famous Indian feminist novels. Next question is match the following. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓതേഴ്സും വർക്ക്സാണ് തന്നിരിക്കുന്നത്. എല്ലാ എക്സാംസിനും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഓതേഴ്സും വർക്ക്സാണിത്. നമുക്കതിന് ആൻസേഴ്സ് നോക്കാം. മുൾക്രാജ് ആനന്ദ്, കൂലി, രാജാറാവ്, ദ ക്യാറ്റ് ആൻഡ് ദ ഷേക്സ്പിയർ, പ്രേംചന്ദ്, പ്രേമാശ്രം, ഗിരീഷ് കർണാട്, നാഗമണ്ഡല. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. ഇതിൻ്റെ പബ്ലിഷ് ഇയറും കൂടെ ഒന്ന് നോക്കാം. മുൾക്രാജ് ആനന്ദിൻ്റെ കൂലി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1936 രാജാറാവിൻ്റെ ദ ക്യാറ്റ് ആൻഡ് ദ ഷേക്സ്പിയർ പബ്ലിഷ്ഡ് ഇൻ 1965. പ്രേംചന്ദിൻ്റെ പ്രേമാശ്രം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1922. ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല പബ്ലിഷ്ഡ് ഇൻ 1988. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ഐഡൻറ്റിഫൈ ദ പോംസ് ടേംഡ് ആസ് പാസ്റ്ററൽ എലജീസ്. ദ ആൻസേഴ്സ് ആർ ലിസിഡാസ്, അഡോണൈസ് ആൻഡ് തൈറസിസ്. ഈ പോംസൊക്കെ ആരെ എഴുതിയെന്നും ആരെക്കുറിച്ചിട്ടുള്ള വിലാപകാവ്യങ്ങളാണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Here the first one is John Milton's Lycidas, that is published in 1637. ജോൺ മിൽട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തിൽ വിലപിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോമാണ് ലിസിഡാസ്. നെക്സ്റ്റ് വൺ ഇസ് ബേബി ഷെല്ലീസ് അഡോണൈസ്, ദറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1821. അത് ജോൺ കേറ്റ്സിൻ്റെ മരണശേഷം എഴുതിയിട്ടുള്ളൊരു വിലാപകാവ്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് മാത്യു അർണോൾഡ്സ് തൈറസിസ്, ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1866. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആർത്തർ ഹ്യൂക്ലോൻ്റെ മരണശേഷം വിലപിച്ചെഴുതിയിട്ടുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോമാണ് തൈറസിസ്. സോ ദീസ് ആർ ദ വെരി ഫേമസ് പോംസ്. ഇതിൻ്റെ ഇയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനുള്ള ബാക്കി രണ്ട് ഓപ്ഷൻസും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹിയർ ദ ഫസ്റ്റ് വൺ ഇസ് ഇൻ മെമ്മറി ഓഫ് W.B. Yeats. ഇറ്റ്സ് പബ്ലിഷ്ഡ് ഇൻ 1939, റിട്ടൺ ബൈ W.H. Auden. W.H. Auden W.B. Yeatsനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളൊരു, അദ്ദേഹത്തിന് മരണശേഷം എഴുതിയിട്ടുള്ളൊരു എലജിയാണത്. നെക്സ്റ്റ് വൺ ഇസ് ഇൻ മെമ്മോറിയം, ദറ്റ് ഈസ് റിട്ടൺ ബൈ ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ. അത് ആർത്തർ ഹെൻറി ഹാലം അദ്ദേഹത്തിൻ്റെ മരണശേഷം എഴുതിയിട്ടുള്ളൊരു എലജിയാണ് ഇൻ മെമ്മോറിയം, ദറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1833. ഇത് രണ്ടും എലജിയാണ്. ബാക്കി മൂന്നുള്ള ഓപ്ഷൻസും പാസ്റ്ററൽ എലജീസാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. Next question is, a man can be destroyed but not defeated. Which of the following text is glorified? This it's a predominant theme. So here the answer is the Old Man and Sea. ഇതെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ആൻസറാണ്. ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്ന ആ ഒരു നോവലിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സെൻറ്റൻസാണ്. A man can be destroyed but not defeated. It's a famous novella written by Ernest Hemingway. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ റൈറ്ററാണ്. ആൻഡ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1952. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സാന്റിയാഗോ. ഇതുപോലെ എക്സാംസിന് റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.